ശനിയാഴ്ച രാത്രി ഞങ്ങൾ തീരുമാനിച്ചു മീൻകറിയും ചോറും കഴിക്കാമെന്ന്. ഞായറാഴ്ച രാവിലെ ആയപ്പോൾ അത് ഗീ റൈസും ചിക്കൻ കറിയായി. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ചീരക്കറിയും കോളിഫ്ലവർ ഫ്രൈയും ചോറും ആക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കിയത് നന്നായി, അല്ലെങ്കിൽ അതും ഇനിയും മാറ്റിയാനെ. അങ്ങനെ കോളിഫ്ലവർ ഫ്രൈ കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഏട്ടനും ചേച്ചിയും എല്ലാവരും കൂടി വീഡിയോ കോളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് ലേറ്റായി. അപ്പോൾ കറിയിൽ വീണ്ടും ഒരു ചെറിയ മാറ്റം ഉണ്ടായി. കറിയേ വേണ്ടാന്ന് അങ്ങോട്ട് വെച്ചു. ഞങ്ങളത് വെജിറ്റബിൾ ബിരിയാണിക്ക് മാറ്റി. സൺഡേ ഈസ് ഓൾവേസ് ലൈക്ക് ദിസ്. അങ്ങനെ വെജിറ്റബിൾ ബിരിയാണി ഞാൻ വെക്കണത് അത്ര ഇവിടെ ഹസ്ബൻഡിനൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനോട് ചോദിച്ചിട്ട് റെസിപ്പിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പഠിച്ചു. അതിൻ്റെ ഇടയിൽ കോളിഫ്ലവർ ഫ്രൈന് ഒരു ഡെക്കറേഷൻ കുറവുണ്ടായതുകൊണ്ട് ക്യാപ്സിക്കം വെട്ടി നുറുക്കി അതിൻ്റെ മുകളിൽ അങ്ങോട്ട് ഇട്ടു. സൺഡേ ആയിട്ടും വളരെ ലളിതമായ ഭക്ഷണം കഴിക്കാൻ ഒരു റീസണൊക്കെ ഉണ്ട്. അടുത്ത ആഴ്ച 2 ആൾക്കാർ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ബാക്ക് ടു വെജിറ്റബിൾ ബിരിയാണി. ഈ മിക്സ് ഇതിൽ മല്ലിച്ചപ്പ്, പുതിന, പച്ചമുളക്, പിന്നെ അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് വിനെഗറും ചേർത്തിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ബിരിയാണിക്കൊരു ഫ്ലേവർ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ ബിരിയാണി മസാല, അതില്ലാതെ എന്ത് ബിരിയാണി അല്ലേ. വീട്ടിലത്തെ അതേ മണമൊക്കെ ഉണ്ടല്ലോ എന്ന് എൻ്റെ ഹസ്ബൻഡ്. പകുതി രക്ഷപ്പെട്ടു എന്ന് ഞാനും. ഒരിക്കലും അമ്മമാരുടെ രുചിയിൽ നമുക്കൊരു ഭക്ഷണവും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അവരെങ്ങനെ തല കുത്തി മറിഞ്ഞ റെസിപ്പി പറഞ്ഞു തന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ബിരിയാണിയായി മാറി. അമ്മയുടെ ബിരിയാണീൻ്റെ പല ഫ്ലേവേഴ്സും എവിടേക്കോ മിസ്സിങ് ഉണ്ട് കേട്ടോ. എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നീണ്ട റെസിപ്പി ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ചിന് കഴിച്ചത് വെജിറ്റബിൾ ബിരിയാണിയും കോളിഫ്ലവർ ഫ്രൈയും. എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ. ഒരു പ്ലാനിങ്ങും നടക്കാറില്ല. എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ.